إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളായി തീരാൻ നാം ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ഈ വസിയത്തനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ വിശ്വാസി സമൂഹം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആരാധനാപരമായ കാര്യങ്ങളിലും മതബോധം ഉൾക്കൊള്ളുന്ന വിഷയത്തിലുമെല്ലാം ഏറെ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഒരു കാലഘട്ടമാണിത്. അല്ലറ ചില്ലറ പ്രശ്നങ്ങളും പരാതികളുമെല്ലാം ഈ സമൂഹത്തെ സംബന്ധിച്ചുണ്ട് എങ്കിൽ തന്നെയും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മസ്ജിദുകളാണെങ്കിലും മദ്രസകളാണെങ്കിലും ആരാധനാ കേന്ദ്രങ്ങളിൽ നാം കാണിക്കുന്ന ആരാധനകളോടുള്ളതായ ശുഷ്കാന്തിയും എല്ലാം വളരെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ജമാഅത്തുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഒന്നുമല്ലെങ്കിലും 5 നേരം ജമാഅത്തിൽ പങ്കെടുത്തില്ലെങ്കിലും 5 നേരം നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് ധാരാളമുണ്ട്. ഈ കാണുന്ന ശുഷ്കാന്തി അതല്ലെങ്കിൽ ഈ സൂക്ഷ്മതയും ഈ താല്പര്യവും നാം ഇസ്ലാമിന്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് വിലയിരുത്തേണ്ട സമയമാണിത്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളുടെ സാമ്പത്തിക മേഖല.
ഞാൻ തുടക്കത്തിലെ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ ബഖറയിലെ 275-ാമത്തെ വചനം പാരായണം ചെയ്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ പരലോകത്ത് ഉണ്ടാകുന്ന ഒരു പ്രയാസകരമായ അവസ്ഥയെ അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്ന ഭാഗമാണത്. സാമ്പത്തിക വിഷയത്തിൽ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ കാണിച്ച ആ ശുഷ്കാന്തി, ആ താല്പര്യം നമുക്കുണ്ടോ? നോമ്പിന് വേണ്ടി റമദാനിൽ നോമ്പിന്റെ വിഷയത്തിൽ നാം കാണിച്ച ആ താല്പര്യവും ആ കൃത്യതയും സമ്പത്തിന്റെ വിഷയത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നടത്താറുണ്ടോ? ഗൗരവത്തിൽ ആലോചിക്കണം അത്. കാരണം മുസ്ലിം സമൂഹത്തിൽ ഇന്ന് സാമ്പത്തിക തകർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പറയുന്നതിൽ ഏകപക്ഷീയമായ അഭിപ്രായമല്ല. ആഗോളതലത്തിലുള്ള സാമ്പത്തിക വിദഗ്ധന്മാര് അഭിപ്രായപ്പെട്ടിരിക്കുന്ന കാര്യമാണ് മുസ്ലിം സമൂഹത്തിന് അനധിവിദൂര ഭാവിയിൽ വമ്പിച്ച സാമ്പത്തിക തകർച്ച നേരിടാനിരിക്കുന്നു എന്നുള്ളത്. അതിന്റെ പ്രധാനമായ കാരണം ഈ സാമ്പത്തിക തകർച്ചയുടെ പ്രധാന വില്ലൻ പലിശയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു അവബോധം നമ്മൾ നേടാതെ പോയതാണോ എന്നറിയില്ല. ആളുകൾക്ക് ഇപ്പോഴും പലിശയുടെ വിഷയത്തിലുള്ള സംശയം തീർന്നിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ അടുത്ത് 1-2 ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ചർച്ച നടന്നത്. വീടിനെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒടുവിൽ വീട് ജപ്തി ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോയൊരു വാർത്ത. ഇത്തരത്തിൽ നിരവധി വാർത്തകളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാമ്പത്തിക വിഷയത്തിൽ നമുക്ക് അച്ചടക്കമില്ലാതെ പോയാൽ പലിശ എപ്പോഴും വില്ലനായിട്ട് വരും. അത് ഗൗരവമുള്ള കാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നോമ്പിന്റെ വിഷയത്തിൽ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ, ഹജ്ജിന്റെ വിഷയത്തിലെല്ലാം എങ്ങനെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടോ, അതിൽ എന്തെല്ലാം അച്ചടക്കങ്ങൾ പാലിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, അതേപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിലും കൃത്യമായി ഇടപെടുകയും അച്ചടക്കം പാലിക്കാൻ പറയുകയും ചെയ്ത മതമാണ് നമ്മുടെ മതം. സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുമ്പോൾ സമ്പത്തിന്റെ വിഷയത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ നയം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കപ്പെട്ട ഒരു പാഠം തന്നെയാണ് മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കാൻ പാടില്ല എന്നും അവരൊക്കെ സാമ്പത്തിക ഉന്നമനമില്ലാതെ ദരിദ്രന്മാരായി ജീവിക്കേണ്ടവരാണെന്നും സാമ്പത്തിക പുരോഗതി നേടിക്കഴിഞ്ഞാൽ പടച്ചോന്റെ മുമ്പിൽ കുറ്റക്കാരാകും എന്നുള്ളതെല്ലാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ സമൂഹത്തെ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. പള്ളി ദർസിൽ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന കിതാബുകളിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൗതികപരമായ ഉന്നമനം നേടാൻ പാടില്ല എന്നുള്ളത്. തൗഹീദിന്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിനെ എവിടെയെല്ലാം അട്ടിമറിച്ചോ, സുന്നത്തിന്റെ വിഷയത്തിൽ ഈ സമൂഹത്തിന്റെ ഇടയിൽ ബിദ്അത്ത് കൊണ്ടുവന്ന അട്ടിമറി ഉണ്ടാക്കിയോ, അതേപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിലും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആഗോളതലത്തിൽ എടുത്തു പരിശോധിച്ചാൽ മുസ്ലിം സമൂഹം, അതിൽ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലെത്താതെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മൾ ഈ സമ്പത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണെന്ന് അറിയണം. വിശുദ്ധ ഖുർആൻ, തിരു ഹദീസുകളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുമായി ബന്ധപ്പെടുത്തി പരിചയപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അത്ഭുതകരമായ ചില പരാമർശങ്ങളാണ്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സമ്പത്തിനോട് ആർത്തിയും ആസക്തിയും ഉള്ളവനായിക്കൊണ്ട് തന്നെയാണ്. അല്ലാന്ന് പറയാൻ കഴിയില്ല. ഈ ഖുത്ബ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയോ എനിക്ക് സമ്പത്തിനോട് താല്പര്യമില്ല, എനിക്ക് പണത്തോട് തീരെ താല്പര്യമില്ലാത്ത ആളാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? ഇല്ല. നാവ് കൊണ്ടൊരു പക്ഷെ പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഉള്ളാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സമ്പത്തിനോടുള്ളതായ ആർത്തിയും ആസക്തിയും. അത് അല്ലാഹു ആ വിഷയത്തെ അംഗീകരിച്ചു പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറ ആലി ഇംറാനിന്റെ 14-ാം വചനം അല്ലാഹു പറയുന്നുണ്ട്,
സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ. അല്ലാഹു ജനങ്ങൾക്ക് ഭാര്യമാരോടും സന്താനങ്ങളോടുമുള്ള വൈകാരികമായ ഒരു ഇഷ്ടത്തെ അലങ്കാരമായി കൊടുത്തിരിക്കുന്നു. ഭാര്യമാരോട് നമുക്കൊരു വൈകാരികമായ ഇഷ്ടമാണുള്ളത്, മക്കളോട് ഒരുതരം പ്രത്യേക വൈകാരികമായ ഇഷ്ടമാണല്ലോ. അത് അലങ്കാരമാണെന്ന് ഖുർആൻ പറഞ്ഞു. ഇനി പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വീണ്ടും അല്ലാഹു പറയുന്നു വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങളോട് വൈകാരികമായ ഇഷ്ടത്തെ അല്ലാഹു അലങ്കാരമാക്കി കൊടുത്തിരിക്കുന്നു. അപ്പൊ പണത്തോടുള്ളതായ ഇഷ്ടം അല്ലാഹു നമുക്ക് അലങ്കാരമാക്കി തന്നതാണ്. അതൊരു വൈകാരികമായ ഇഷ്ടമെന്ന് തന്നെ പറഞ്ഞു. വീണ്ടും പറയുന്നു വൽ ഖൈരിൽ മുസവ്വമത്തി, മേൽത്തരം കുതിരകൾ. അന്ന് വിശുദ്ധ ഖുർആന്റെ അവതരണ കാലഘട്ടത്തിൽ ഏറ്റവും മുന്തിയ വാഹനം കുതിരയാണ്. ഇന്ന് നമ്മുടെ മുന്തിയ വാഹനം ഏതാ? ഏറ്റവും വിലപിടിപ്പുള്ള നല്ല മുന്തിയ വാഹനം, നല്ല ഫെസിലിറ്റി ഉള്ള കാറ് കണ്ടാല് അതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടാകൂ? താല്പര്യം ഉണ്ടാകും. പിന്നെയും അല്ലാഹു പറയുന്നു, സമ്പത്ത് തന്നെ പറയുന്നു വൽ അൻആമി വൽ ഹർസ്, കന്നുകാലികളോടും കൃഷികളോടുമുള്ള താല്പര്യം അല്ലാഹു അലങ്കാരമാക്കി കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു ആ വിഷയത്തെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാ, റാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. ഇത് ഭൗതിക ജീവിതത്തിന്റെ മതാആണ്, വിഭവങ്ങളാണ്. അപ്പൊ സമ്പത്തിനോടുള്ള ആർത്തിയും ആസക്തിയും നമുക്ക് നമ്മുടെ രക്തത്തിൽ ലയിച്ചു ചേർന്ന ഒരു വികാരമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്ന് നമ്മൾ പാരായണം ചെയ്തില്ലേ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായത്തിലെ അൽ കഹ്ഫിലെ 46-ാമത്തെ വചനം? ഓർമ്മയില്ലേ ഇന്നത്തെ പാരായണത്തിൽ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സമ്പത്തും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. അത് അല്ലാഹു തആല മനുഷ്യനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു എന്ന് ഖുർആനിൽ ധാരാളം വചനങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് പറഞ്ഞു സമ്പത്തിനോടുള്ള താല്പര്യം, ഹുബ്ബ് അവനുണ്ട്. സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനുള്ള ആർത്തി അവനുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും സമ്പത്ത് മോശമാണെന്ന പ്രയോഗം എവിടെയും വന്നിട്ടില്ല. സമ്പത്തിനെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ ഉപയോഗിച്ച വാക്ക് 4 പദങ്ങളാണ് ഉപയോഗിച്ചത്. 1 ഖൈർ, 2 നിഅമത്ത്, 3 ഫള്, 4 മാല്. ഈ 4 വാക്കുകളും സമ്പത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചതാണ്. അവിടെ മാല് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ 26 ഇടങ്ങളിൽ പറഞ്ഞപ്പോഴും മാല് മോശാണ്, സമ്പത്ത് മോശാണെന്ന് പറഞ്ഞില്ല. 2 ഇടങ്ങളിൽ മാലിനെ, സമ്പത്തിനെ ഫിത്നയിലേക്ക് ചേർത്ത് വായിച്ചു. എന്തിനു വേണ്ടിയാ? അത് കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാ. അത് മാലിനെ മാത്രമല്ല കൂട്ടിച്ചേർത്തത്, മാലിനോടൊപ്പം സന്താനങ്ങളെയും കൂട്ടിച്ചേർത്തു. അൽമാലു വൽ ബനൂൻ എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, സന്താനങ്ങളെയും ചേർത്തിട്ടുണ്ട്. അപ്പൊ സന്താനങ്ങളുടെ വിഷയത്തിൽ നമ്മൾ എങ്ങനെ സൂക്ഷ്മത പാലിക്കുന്നുവോ അതേ സൂക്ഷ്മത സമ്പത്തിന്റെ കാര്യത്തിലും പാലിക്കണമെന്നാ ഖുർആൻ പറഞ്ഞത്. അതല്ലാതെ അത് മോശമാണെന്നല്ല പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, സമ്പത്ത് ഉണ്ടാകലാണോ പ്രയാസം, സമ്പത്തില്ലാത്ത ദാരിദ്ര്യാവസ്ഥയാണോ? ദാരിദ്ര്യാവസ്ഥ സഹിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഇടങ്ങളിൽ പ്രാർത്ഥന നടത്തിയതൊക്കെ സമ്പത്തില്ലായ്മയ്ക്കെതിരാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. കുഫ്ർ എന്താ? ദൈവനിഷേധം, സത്യനിഷേധം. കുഫ്രിയത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. വൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന്, സമ്പത്തില്ലായ്മയിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. കാരണം എന്താ? ഇത് രണ്ടും ചേർത്ത് പറയാൻ കാരണം എന്താ അറിയാമോ? കാദൽ ഫഖറു അൻ യകൂന കുഫ്റ. കാദൽ ഫഖറു അൻ യകൂന കുഫ്റ. ദാരിദ്ര്യം നമ്മളെ കുഫ്രിയത്തിലേക്ക് എത്തിക്കും. അത് പാടില്ല ഒരിക്കലും. മധ്യകാല ക്രിസ്ത്യാനികള് മുസ്ലിം സമൂഹത്തിന്റെ നേരെ ഒരു കാലഘട്ടത്തിൽ അന്ന് ദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചത് അവർക്ക് മൈദയും ഗോതമ്പ് പൊടിയും അതേപോലെ ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്തുകൊണ്ടാണ്. മതം മാറ്റം ഉണ്ടായി. തെക്കൻ കേരളത്തിൽ ഇന്നും എനിക്കറിയുന്ന പല പ്രദേശങ്ങളുണ്ട്.
മുസ്ലിം നാമധാരികളായ ആളുകൾ ക്രിസ്തുമത കാഴ്ചപ്പാടുമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ദാരിദ്ര്യം മനുഷ്യനെ കുഫ്രിയത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് പ്രവാചകന്റെ പ്രാർത്ഥന, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥനയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആ പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദങ്ങളാണ്. അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഇ വൽ അർളി സബഇ റബ്ബനാ റബ്ബ കുല്ലി ഷൈഇൻ ഫാലികൽ ഹബ്ബി വൻ നവാ മുനസ്സിൽ തൗറാത്തി വൽ ഇൻജീലി വൽ സബൂരി വൽ ഫുർഖാൻ അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയ അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈഉൻ വ അൻതൽ ബാത്തിനു ഫലൈസ വ അൻതൽ ആഖിറു ഫലൈസ ഫൗഖക ഷൈഉൻ വ ഇത്രയും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ കുറെ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയിൽ പറഞ്ഞ കണ്ടന്റ് എന്താണെന്നറിയാമോ? അഗ്നിനാ മിനൽ ഫഖ്രി യാ റബ്ബൽ ആലമീൻ, ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കാരണം അത് അപകടമാണ്, അത് മുസ്ലിം ഉമ്മത്തിന് വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. എന്താ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, ഹുദ ഞാൻ ചോദിക്കുന്നു, നേർമാർഗം, വത്തുഖാ തഖ്വ ചോദിക്കുന്നു, വൽ അഫാഫ സദാചാര നിഷ്ഠ ചോദിക്കുന്നു, വൽ ഗിനാ സമ്പന്നത ചോദിക്കുന്നു. അപ്പൊ സമ്പത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം ഒരിക്കലും പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. സമൂഹത്തിന്റെ ഇടയിൽ തെറ്റായ ചില പ്രചരണമുണ്ട്. മുതലാളിമാരൊക്കെ സ്വർഗത്തിൽ അവസാനേ പ്രവേശിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. തെറ്റായ പ്രചരണമാണത്. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. അശ്റഫുൽ മുബശ്ശിരീൻ എന്ന ഒരു 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ടല്ലോ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ. 10 പേരിൽ പരിമിതപ്പെടുത്തണ്ട, പക്ഷെ ഒരു ഹദീസിൽ ആ 10 ആളുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ആ 10 ആളുകളിൽ ഞാനിവിടെ പേര് വായിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് എണ്ണി നോക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അസ്സുബൈർ ഇബ്നു അൽ-അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ. 6 ആളുടെ പേരാണ് ഞാൻ വായിച്ചത്. ഈ 6 ആളുകൾ ആ കാലഘട്ടത്തിലെ മില്യണർമാരായിരുന്നു, കോടീശ്വരന്മാരായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആസ്തി പറയുന്നത് $900 മില്യൺ ആയിരുന്നു. അന്നത്തെ ആസ്തി ഇന്നത്തെ കണക്ക് പ്രകാരം ഒന്ന് കൂട്ടി വെക്കുമ്പോ അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽപ്പെട്ട ആളാണ്. ആ സമ്പത്തിനോട് നമ്മൾ ഒരിക്കലും പുറംതിരിഞ്ഞ് നിൽക്കാനേ പാടില്ല. പക്ഷേ സമ്പത്തിന്റെ വിഷയത്തിൽ നമുക്ക് നിലപാടുകൾ ഉണ്ടായിരിക്കണം. സമ്പത്തിന്റെ വിഷയത്തിൽ ഇത്രയും ശക്തമായി ഖുർആൻ ഹദീസ് ഇടപെട്ടപ്പോൾ നിലപാടുള്ള നിലയിലാണ് ഇടപെട്ടത്. അതായത് സാമ്പത്തിക വിഷയത്തിൽ നമ്മൾ ഒരു കാരണവശാലും ക്രയവിക്രയങ്ങളിൽ പലിശ കൊണ്ടുവരാൻ പാടില്ല. അത് കൊണ്ടുവരുമ്പോൾ നമ്മെ സാമ്പത്തിക മേഖലയിൽ എല്ലാ അർത്ഥത്തിലും അടിമുടി നമ്മളെ തകർത്ത് കളയാൻ പറ്റുന്ന വില്ലനാണ് പലിശ. അത് വരാൻ പാടില്ല. ഞാൻ അതിന് നിങ്ങളോട് പ്രത്യേകിച്ച് ഉദാഹരണം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എത്രയോ ജപ്തി ഈ കഴിഞ്ഞ ഈ റമദാനിൽ മാത്രം സാമ്പത്തിക വിഷയത്തിൽ പലിശ കയറി വന്ന് ജപ്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7-8 കേസുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊന്ന് പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. ലോൺ എടുത്തതാ. സാമ്പത്തിക വിഷയത്തിൽ ഇസ്ലാം ഈ പലിശയെ എണ്ണിയിരിക്കുന്നത് 7 വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ്. പാപങ്ങൾ പല ഇനങ്ങളുണ്ട്. മാസിയത്തുണ്ട്, സയ്യത്തുണ്ട്, ഖതഅണ്ട്, അതുപോലെ തന്നെ കബായിറുണ്ട്. ഈ 4 പാപങ്ങളുടെയും മുകളിലാണ് മൂബിഖാത്ത് എന്ന് പറയുന്നത്. ഗുരുതരമായ കുറ്റമാണ്, നിസ്സാര കാര്യമല്ല. ആ 7 ഗുരുതരമായ കുറ്റത്തിൽ 3ാമത് എണ്ണിയത് അക്കലുൽ റിബ, പലിശ ഇടപാടാണ്. 3ാമത് എണ്ണിയതാണ്. അപ്പൊ നിസ്സാര കാര്യമല്ല. അള്ളാഹുവും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കലാണെന്ന് ഖുർആൻ പറഞ്ഞത്.
റിബയിൽ നിന്ന്, പലിശയിൽ നിന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുക. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അൽ ബഖറയിലെ 279 വചനം പറയുന്നത് ഫഇല്ലം തഫ്അലു, ഇത്രയും കേട്ടിട്ടും നിങ്ങൾ പലിശയിൽ നിന്ന് ഒഴിവാകുന്നില്ല എങ്കിൽ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തിയത്. അപ്പൊ നിസ്സാര കുറ്റമല്ല പലിശ. പലിശയെ നമ്മൾ കാണുന്നത് നിസ്സാരമായിട്ടാണ്. ഒരാള് രഹസ്യമായിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് പോകുന്നുണ്ട്, വ്യഭിചരിക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാല് നമ്മ സമൂഹത്തിന്റെ ഇടയിലുള്ള ആളുകൾ എന്ത് ചെയ്യും? ആ രഹസ്യമായിട്ടൊന്ന് വീക്ഷിക്കും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കും. മൊബൈൽ ഫോണൊക്കെ വ്യാപകമായി, സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായതല്ലേ, ലൈവ് ഇടും അല്ലേ? ആ പോകുന്ന വഴികൾ, റൂട്ട് മാപ്പ് എല്ലാം തിരിച്ച് അയാളെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ ഒക്കെ പീഡിപ്പിച്ച് അത് പുറം ലോകത്തെത്തിച്ച് ഇവൻ ചെയ്ത ആ തോന്നിയാസത്തെ സമൂഹത്തിന്റെ ഇടയിൽ എങ്ങനെയൊക്കെ മോശപ്പെടുത്താൻ പറ്റും അങ്ങനെയൊക്കെ മോശപ്പെടുത്തും അല്ലേ? എന്നാൽ ഒരാള് ബാങ്കിൽ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ പോവാണെങ്കിലും, ബാങ്കിൽ ലോൺ എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ പലിശക്ക് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ വീഡിയോ എടുക്കുമോ? അത് പരസ്യപ്പെടുത്തും ഇല്ല. വ്യഭിചാരം ചെയ്ത മനുഷ്യനെ സമൂഹത്തിന്റെ, ഞാൻ വ്യഭിചാരത്തിന്റെ ഗൗരവത്തെ ചെറുതാക്കുന്നതല്ല, ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അയാളുടെ അയ്ബ്, നാണക്കേട് സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കാതെ നമ്മുടെ മേൽ ഉത്തരവാദിത്വം ഇല്ല. പക്ഷെ അങ്ങനെ പ്രചരിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പലിശ വിഷയത്തിൽ ആ താല്പര്യം കാണിക്കുന്നില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്യ പ്രകാരമാണ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ദിർഹമു റിബൻ യഅകുലുഹു റജുലു വഹുവ യഅലമു അശദ്ദു മിൻ 36 സനിയ. ഒരു ദിർഹം, ഒരു രൂപ പലിശയുടേത് ഒരാൾ ഭക്ഷിച്ചാൽ അത് 36 വ്യഭിചാരത്തെക്കാൾ ഗൗരവമുള്ളതാണ്. ഒരു രൂപ പലിശയുടേത്. അപ്പൊ നമ്മളിവിടെ ഖുർആനിലും ഹദീസിലൊക്കെ അക്കലുൽ റിബ എന്നാ പറഞ്ഞത്, പലിശ ഭക്ഷിക്കുക എന്നാ പറഞ്ഞത്. നമ്മൾ പലിശ ഭക്ഷിക്കുന്നില്ലായിരിക്കാം, പക്ഷേ പലിശയുടെ വേറെ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ കൈകടത്തിയിട്ടുണ്ടാകാം. ഞാൻ ഈ പറഞ്ഞ പോലെ ലോൺ എടുത്തിട്ടുണ്ടാകാം. നമ്മൾ പലിശ ഭക്ഷിക്കുന്നില്ല, കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അറിയണം, അക്കലുൽ റിബ എന്ന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ എല്ലാ അർത്ഥത്തിലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിം സ്വഹീഹ് മുസ്ലിമിലെ 1598 നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അദ്ദേഹം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, ആകിലുൽ റിബ വ മൂകിലുഹു വ കാതിബുഹു വ ഷാഹിദുഹു, പലിശ തിന്നുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, അത് എഴുതുന്നവൻ, അതിന് സാക്ഷി നിൽക്കുന്നവൻ, കുല്ലുഹും സവാഉൻ ഫിന്നാർ. ഈ ആളുകൾ മുഴുവൻ നരകത്തിൽ ഒരേപോലെയാണ്. ഞാൻ വെറുതെ എഴുതിയിട്ടുള്ളൂ, കണക്ക് എഴുതിയിട്ടേ ഉള്ളൂ, വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പലിശയാണോ എഴുതിയത്? പലിശ തിന്നുന്നവന് തുല്യമാണ്. ഇത്രയും ഗൗരവത്തിൽ പറഞ്ഞ ഒരു വിഷയത്തിൽ ഇന്നും മുസ്ലിം സമൂഹത്തിന് സംശയം തീർന്നിട്ടില്ല എന്ന് പറയുമ്പോ, ഇപ്പോഴും പള്ളിയിലൊക്കെ ഖുത്ബ കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാല് മൗലവി ആ ബാങ്കിൽ നിന്ന് കിട്ടിയ ഈ പലിശ ഞാൻ ഏത് ഇനത്തിലാ ചെലവാക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. ഏതിനത്തിൽ ചെലവാക്കിയാലും പലിശ തന്നെയല്ലേ? അത് ഇനം തേടി നടക്കാം. പൊതുകിണറുണ്ടാക്കി കൊടുക്കാൻ, പൊതുവഴി ഉണ്ടാക്കി കൊടുക്കാൻ, ലോൺ അടയ്ക്കാൻ, ഇതിന് ഫത്വ കൊടുക്കാൻ ഒരു വിഭാഗം ആളുകൾ. അതിന് പിന്നെ കാരണവും പറയുന്നുണ്ട്. ആ പൈസ നമ്മൾ എടുത്തില്ല എങ്കിൽ ബാങ്കുകാര് ആ പൈസ എടുത്തിട്ട് ഇസ്ലാമിനെതിരെ തിരിക്കുന്നു. ഇസ്ലാം അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്ത മതമല്ലേ? ഇതിനെതിരെ ആര് തിരിഞ്ഞിട്ടെന്താ കാര്യം? ഹറാമായ പൈസ കൊണ്ട് ഇതിനെതിരെ തിരിഞ്ഞാൽ അത് വിജയിക്കുവോ? ആ തിരിയല്ല. ഇത്തരത്തിലുള്ള പൊടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പലിശയുടെ ഗൗരവത്തെ ലാഘവമായി കാണുന്ന ഒരു സമൂഹം, അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇസ്ലാം അവസാനമായി നിരോധിച്ച തിന്മ ഏതാ? പലിശ. ഏറ്റവും അവസാനം നിരോധിച്ച തിന്മ പലിശയാ. ആ പലിശ നിരോധിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിതാണ്, അലാ ഇന്ന കുല്ല ശൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യത്തി തഹത ഖദമി മൗദൂഉൻ. അറിയുക, ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള എല്ലാ തിന്മകളും ഞാൻ എന്റെ കാൽ ചുവട്ടിൽ കുഴിച്ചു മൂടുകയാണ്. ശ്രദ്ധിക്കണം ഈ വാക്ക് കേട്ടോ. ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ ജാഹിലിയത്തും ഞാൻ എന്റെ കാൽ ചുവട്ടിൽ കുഴിച്ചു മൂടുകയാണ്. എന്നിട്ട് പറഞ്ഞു, വരിബൽ ജാഹിലിയ, ജാഹിലിയത്തിലെ പലിശ മൗദൂഉൻ, അതിനെയും ഞാൻ എന്റെ കാൽ ചുവട്ടിൽ കുഴിച്ചു മൂടിയിരിക്കുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാൽച്ചുവട്ടിൽ കുഴിച്ചു മൂടിയ ആ പലിശയെ കുഴിമാന്തി പുറത്തെടുത്തില്ലേ നമ്മുടെ സമുദായത്തിലെ ആൾക്കാർ? അതിന് ന്യായീകരണം ഉണ്ടാക്കിയില്ലേ? എന്തെല്ലാം വകുപ്പുകൾ ഉണ്ടാക്കിയത്? നമ്മൾ അറിയേണ്ടത് അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കാ, മാ അഹദുൻ അക്സറ മിനർ റിബ ഇല്ലാ കാന ആഖിബത്തു അംരിഹി ഇലാ ഖില്ലത്തിൻ. പലിശയുമായി ബന്ധപ്പെട്ട് അതുമായി സമ്പത്തിനെ പെരുപ്പിക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് നേട്ടമുണ്ടാക്കാമെന്ന് കരുതിക്കൊണ്ടോ പലിശയിൽ ഏർപ്പെട്ടാൽ അതിന്റെ പര്യാവസാനം ഇല്ലായ്മ തന്നെയാണ്. വിജയിക്കാൻ കഴിയില്ല. പലിശ ഒരിക്കലും സമ്പത്തിനെ വളർത്തില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിന്റെ 39-ാം വചനം അത് കൃത്യമായി പറയുന്നുണ്ട്. ഒരിക്കലും പലിശ സമ്പത്തിനെ വളർത്തില്ല, സമ്പത്തിനെ തകർക്കുള്ളൂ. അവിടെ സദഖയാണ് സമ്പത്തിനെ വളർത്തുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അതുകൊണ്ട് തന്നെ എന്റെ വാത്സല്യനിധികളായ സഹോദരങ്ങളോട് ഞാൻ ഗൗരവത്തിൽ പറയുകയാണ്. ഞാൻ ഈ പറയുന്ന വിഷയം ആഗോള സാമ്പത്തിക വിദഗ്ധന്മാര് വിലയിരുത്തിക്കൊണ്ട് അവർ അഭിപ്രായപ്പെട്ട കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്നത്. നമ്മൾ ഏതെല്ലാം മേഖലയിൽ വളർന്നാലും, ആരാധനയിൽ നമ്മൾ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിയാലും, എങ്ങനെയെല്ലാം നമ്മൾ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്താലും, അങ്ങനെയൊക്കെ വളർന്നാലും നമുക്ക് സാമ്പത്തിക തകർച്ച നേരിടുന്ന ഒരു വിപത്ത് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. അതിന്റെ പ്രധാന വില്ലൻ മുസ്ലിം സമൂഹം പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നാം പലിശ കടന്നു വരുന്ന എല്ലാ വഴികളെയും അടച്ചിടണം. പലിശ കടന്നു വരുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വഴികൾ പോലും. ഇപ്പൊ കടത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, കുല്ലു ഖറളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. എന്താ പലിശ എന്നാ പറഞ്ഞിരുന്നത്? കുല്ലു മൻഫഅത്തിൻ കുല്ലു ഖറളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. എന്തെങ്കിലും ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്ന കടം അതും പലിശയാണ്. എന്തെങ്കിലും ഒരു പ്രതിഫലം. ഒരാൾ വന്ന് കടം ചോദിച്ചു, ഒരു 10,000 രൂപ കടം തരണേ. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, അവൻ 10,000 രൂപ കടം ചോദിച്ചു, ഞാൻ ഇപ്പൊ കൊടുക്കാം. അവന്റെ വണ്ടി അടക്കം നമുക്ക് അത്യാവശ്യത്തിൽ നിന്ന് എടുക്കാം. കടം കൊടുക്കുമ്പോ ഞാനും അവനും തമ്മിലൊരു ആത്മബന്ധം ഉണ്ടായല്ലോ, ഒരു ഇടപാട് നടന്നല്ലോ, ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് എന്നോടുണ്ടായല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇന്ന് 10,000 ഞാൻ കടം കൊടുത്തു, നാളെ രാവിലെ പോയിട്ട് പറയാണ്, അല്ല എനിക്കൊന്ന് നാട്ടിലേക്കൊന്ന് പോണം, ആ കാർ ഒന്ന് തരൂ. ഈ 10,000 മേടിച്ച ആ ബാധ്യത നിൽക്കുമ്പോ ഇവൻ ആ കാറൊന്ന് കൊടുക്കും. ആ കാർ ഓടിച്ചു കൊണ്ടുപോകല് പലിശയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വെറും വാക്കല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂത പുരോഹിതനായിരുന്നു, ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഒരിക്കൽ സഅദ് ഇബ്നു അബീ ബുർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ നാട് മദീന ഇത് പലിശ നിറഞ്ഞു നിൽക്കുന്ന നാടാണ്. അതുകൊണ്ട് ഇദാകാന ലക്കാർ അലാ റജുലിൻ ഹഖ്ഖുൻ ഫഖദി ഇലൈക ഹിംലത്ത് ബിനിൻ ഔ ഹിംല ശഈരിൻ ഔ ഹിംല ഖത്തിൻ. നീ ആർക്കെങ്കിലും വല്ല സാമ്പത്തിക ഇടപാട് ആരെങ്കിലുമായിട്ട് ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആള് നിനക്ക് ഒരു ചുമട് വൈക്കോലോ അതല്ലെങ്കിൽ ഒരു ചാക്ക് ബാർലിയോ അതല്ലെങ്കിൽ അതല്പം കാലിത്തീറ്റയോ വെറുതെ നിനക്ക് തന്നാൽ അത് നീ സ്വീകരിക്കരുത് കേട്ടോ. കാരണം ഫഇന്നഹു റിബ, അത് പലിശയായി മാറും. നിസ്സാരമല്ല വിഷയം. സാമ്പത്തിക ഇടപാടിൽ പ്രത്യേകിച്ച് സ്വർണം ഇടപാട്, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വില്ലൻ. സ്വർണം ഇടപാടിലൊക്കെ അസ്സഹബ് ബിസ്സഹബ്, സ്വർണം സ്വർണത്തിന് പകരമായി വിൽക്കണം. മിസ്ലം ബിമിസ്ല്, തുല്യമായിരിക്കണം. യദം ബിയദ്, റൊക്കമായിരിക്കണം. അങ്ങനെയാണ് സ്വർണം കച്ചവടം ചെയ്യണത്. ഒരു പവൻ പഴയ സ്വർണം കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു പവൻ പുതിയ സ്വർണമാണോ വാങ്ങിക്കുന്നത്? പൈസയൊന്നും കൊടുക്കാതെ അല്ല. ഒരു പവൻ പഴയ സ്വർണം കൊടുത്താല് അതിലേക്ക് പൈസ കൂട്ടിയെങ്കിൽ മാത്രമേ ഒരു പവൻ പുതിയ സ്വർണം കൊണ്ട് കിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഹബ് ബിസ്സഹബ്, സ്വർണത്തിന് സ്വർണം, വെള്ളിക്ക് വെള്ളി, ഗോതമ്പിന് ഗോതമ്പ്, ബാർലിക്ക് ബാർലി, കാരക്കയ്ക്ക് കാരക്ക, ഉപ്പിന് ഉപ്പ്, മിസ്ലം ബിമിസ്ല് യദം ബിയദ്, തുല്യമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബർണി കാരക്കയായിട്ട് വന്നു. ബർണി ഈത്തപ്പഴം കുറച്ച് മുന്തിയ ഈത്തപ്പഴാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരികിൽ വന്നപ്പോ ചോദിച്ചു, മിൻ ഐന ഹാദാ യാ ബിലാൽ, ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തംറുൻ ഇൻദനാ റദിഉൻ ഫബിഅത മിൻഹു സാഇൻ ബിസാഇൻ ലിമത്അമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്റെ കയ്യിൽ ഒരു നിലവാരം കുറഞ്ഞ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു. 2 കിലോ ഞാൻ അങ്ങോട്ട് കൊടുത്ത് പകരം 1 കിലോ ബർണി വാങ്ങിച്ചു. അപ്പൊ 2 കിലോ നിലവാരം കുറഞ്ഞ ഈത്തപ്പഴത്തിന് പകരമായി നിലവാരം കൂടിയ 1 കിലോ വാങ്ങിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ മത്അമി റസൂലുള്ളാഹിക്ക് തരാൻ വേണ്ടിയാണ്. സന്തോഷം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവ്വഹ് ഐനുൽ റിബ, ഇത് തന്നെയല്ലേ ബിലാലെ റിബ, പലിശ? ഇത് തന്നെയല്ലേ പലിശ? ഇനി നിനക്ക് അങ്ങനെ എനിക്ക് മുന്തിയ ഈത്തപ്പഴം മേടിച്ച് തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ അറത്താൻ തസ്തരിയ തംറ ഫബിഉഹു ബിബൈഇൻ ആഖറ സുമ്മ സ്തജി ബിഹി. നീ നിന്റെ പഴയ ഈത്തപ്പഴം, വില കുറഞ്ഞ ഈത്തപ്പഴം നീ വിക്ക്, എന്നിട്ട് അതിന്റെ പൈസ വാങ്ങിക്കുക. എന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് വില കൂടിയ ഈത്തപ്പഴം വാങ്ങിച്ചു. അതുകൊണ്ട് തെറ്റില്ല. പകരത്തിന് പകരം കൊടുക്കുമ്പോൾ തുല്യമായിരിക്കണം. പഴയ സ്വർണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തോ, കൊടുത്തിട്ട് അതിന്റെ പണം വാങ്ങിച്ചോ, എന്നിട്ട് അതിന്റെ കൂടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് പുതിയ സ്വർണം എടുത്തോ, അതിന് വിരോധമില്ല. തുല്യമായി കൊടുക്കണമെങ്കിൽ ഒരേ വസ്തുവിനെ കൈമാറുമ്പോൾ അവിടെ തുല്യതയില്ലാതെ വന്നാൽ പലിശ വരും. അപ്പൊ പലിശയുടെ വഴികൾ ചെറുതല്ല. ഞാൻ വിശാലമായ ഒരു സബ്ജക്റ്റിനെ നിങ്ങളുടെ പഠനത്തിനും ചിന്തയ്ക്കും വേണ്ടി ഇട്ടു തന്നു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭയങ്കരമായ തിന്മയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅസ്തഗ്ഫിറുനി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബറുർ റഊഫുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ ആരംഭത്തിൽ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം അൽ ബഖറയിലെ 275-ാം വചനത്തിന്റെ ആശയം ഇതാണ്: അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പലിശ ഭക്ഷിക്കുന്നവൻ, പലിശ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥം, പലിശയുമായി ഇടപെടുന്ന ആൾ, അവൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഭ്രാന്ത് നിമിത്തം പിശാച് മറിച്ചിട്ടവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാണ്. അതിന്റെ കാരണം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്? പലിശയും കച്ചവടമൊക്കെ ഒരേപോലെയാണ്. നമ്മളൊക്കെ പറയാറുള്ള ചില വാക്കുകളാണ്. ലോൺ എടുക്കാതെ കച്ചവടം തുടങ്ങാൻ കഴിയില്ല, അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് തുല്യമാണത്. കച്ചവടത്തെ അള്ളാഹു ഹലാലാക്കി, പലിശയെ അള്ളാഹു ഹറാമാക്കി. രക്ഷിതാവിൽ നിന്നുള്ള ഈ ഉപദേശം ആർക്കെങ്കിലും വന്നതിന് ശേഷം അവനത് അവസാനിപ്പിച്ചാൽ കഴിഞ്ഞു പോയതൊക്കെ അവനുണ്ട്. അവന്റെ കാര്യം അള്ളാഹു നോക്കും. ഇനിയും അത് ആവർത്തിക്കുകയാണ് എങ്കിൽ അവർ നരകാവകാശിയാണ്, നരകത്തിന്റെ ആളുകളാണ്. അവർ അതിൽ ശാശ്വതരാകുന്നതാണ്. ഗൗരവമുള്ള ഈ തിന്മയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക അച്ചടക്കത്തെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്യാനുണ്ട്, അതെല്ലാം സാന്ദർഭികമായാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ കൃത്യത പാലിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണം. അല്ലാഹു തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെയും നമ്മളുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി തരുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പാക്കി തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിലും കൃഷിയിലും ഉപജീവിത മാർഗങ്ങളിലും ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ രോഗികളായ ആളുകൾക്ക് രോഗശമനം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാനും മരിക്കുമ്പോൾ യഥാർത്ഥ മുവഹ്ഹിദായി മരിക്കാനും തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജ്അലിൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖീമിസ് സ്വലാത്ത്.